കേരളത്തിലെ ചിത്രം വ്യക്തമാണ്. UDF 18 സീറ്റിൽ വിജയിച്ചപ്പോൾ LDFും NDAയും ഓരോ സീറ്റ് വീതം കരസ്ഥമാക്കി. കേരള തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂർ ജയിച്ചത് അവസാന ഘട്ടത്തിൽ, അതും രക്ഷകരായത് മത്സ്യത്തൊഴിലാളികൾ. ഇപ്പോൾ നമ്മളോടൊപ്പം തിരുവനന്തപുരത്ത് നിന്നും KLCയുടെ രൂപത പ്രസിഡന്റ് മൈക്കിൾ പാട്രിക് ചേരുകയാണ്. സാർ നമസ്കാരം. നമസ്കാരം. നമ്മൾ രാവിലെ കണക്ട് ചെയ്തിരുന്നു. ആ നിമിഷം 23,000-ലധികം വോട്ടുകൾക്ക് ശശി തരൂർ പിന്നിട്ട് നിൽക്കുകയായിരുന്നു. ആ നിമിഷവും നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ അല്ലെങ്കിൽ തീരപ്രദേശങ്ങൾ എണ്ണിയിരുന്നില്ല. ആ സമയം സാർ പറഞ്ഞിരുന്നു ഇനിയും പ്രതീക്ഷിക്കാനുണ്ടെന്ന്. ഇവിടെ ഇപ്പോൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ, രാവിലെ പറഞ്ഞതുപോലെ തന്നെ, ശശി തരൂരിന് രക്ഷകരായത് മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. എങ്ങനെ കാണുന്നു ഇതിനെ? ഈ വിജയം നമുക്ക് എന്തായാലും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം കഴിഞ്ഞ 3 ടേമുകളും ഇപ്പോഴത്തെ കൂടി 4 പ്രാവശ്യമായി മത്സ്യത്തൊഴിലാളികൾ തരൂരിനെ കൈവിട്ടിട്ടില്ല. തരൂർ ആദ്യമായി ഇവിടെ വരുമ്പോഴും ഇപ്പോൾ മത്സരിച്ചപ്പോഴും ഒക്കെ തരൂരിന് നൽകേണ്ട വോട്ടുകൾ കൃത്യമായി തരൂരിന് നൽകിക്കൊണ്ട് തന്നെയാണ് ആ വിജയത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ വലിയൊരു പങ്ക് അതിനകത്തുണ്ട്. ഇപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ സംസാരിച്ചപ്പോഴും നമ്മൾ കണ്ടതാണ് 24,000 വോട്ട് ഭൂരിപക്ഷം ചന്ദ്രശേഖർ നേടിയെടുക്കുന്ന സമയത്തായിരുന്നാലും പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഭയം തോന്നിയിരുന്നില്ല. കാരണം നമ്മുടെ ആ ഏരിയയിലോട്ട് വരുമ്പോൾ ഇനി എത്ര തന്നെ കാര്യങ്ങൾ മലക്കം മറിഞ്ഞിരുന്നാലും അത് തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട്, അനുഭവം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, മത്സ്യത്തൊഴിലാളികൾ ഒരിക്കലും ആരെയും കൈവിടില്ല, ചതിക്കില്ല. അപ്പൊ ഇന്നലകളിൽ സംരക്ഷിച്ച അതേ മത്സ്യത്തൊഴിലാളികൾ ഈ പ്രാവശ്യവും തരൂരിനെ സംരക്ഷിച്ചിരിക്കുകയാണ്, വിജയിപ്പിച്ചിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ വിജയത്തിലേക്ക് അനായാസം കടക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു സമയത്താണ് തീരദേശ വോട്ടുകളിലൂടെ ശശി തരൂർ തിരിച്ചു വരുന്നത്. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ടൊക്കെ പല പ്രശ്നങ്ങളും നടന്നപ്പോഴും ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ആരുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു വിജയത്തിൽ ശശി തരൂരിനോട് മത്സ്യത്തൊഴിലാളികളുടെ കടപ്പാട് വർദ്ധിക്കുകയല്ലേ? തീർച്ചയായിട്ടും ആ കടപ്പാട് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഇനി ഉള്ള 5 വർഷം ആ കടപ്പാട് വീട്ടാനായിട്ട് തരൂര് ശ്രമിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങളുടെ ഒരു വിഷയവുമായി ഞങ്ങൾ ചെന്നപ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ നിന്ന് ചില ആളുകൾ അല്ലെങ്കിൽ ചില പാർട്ടികൾ നമ്മളെ എങ്ങനെ അടിച്ചൊതുക്കാം എന്നുള്ള രീതിയിലായി ചില പാർട്ടികൾ തമ്മിൽ കൈയും കോർത്തു നിന്നു. അപ്പോഴൊക്കെ നിസ്സഹായരായി ഞങ്ങൾ നിന്നതേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ചിലരെ തോൽപ്പിക്കാനും ഞങ്ങൾക്ക് ചിലരെ ജയിപ്പിക്കാനും സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുന്ന ഒരു അവസരം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ളപ്പോൾ തരൂർ ഈ പറഞ്ഞതുപോലെ ഞങ്ങളോട് കടപ്പെട്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. തരൂർ ഈ വരുന്ന 5 വർഷങ്ങൾ ഞങ്ങൾക്ക് വേണ്ട പരിഗണന നൽകണം, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളോടൊപ്പം നിൽക്കണം എന്നുള്ള കാര്യമാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. തീർച്ചയായിട്ടും ശശി തരൂറിന് മത്സ്യത്തൊഴിലാളിയോട് വലിയൊരു കടപ്പാടുണ്ടായിരിക്കും. കാരണം ഈ 4 ടേമുകളിലും, ഇപ്പോൾ ജയിച്ചത് ഉൾപ്പെടെയുള്ള 4 ടേമുകളിലും തീരദേശത്തെ വോട്ട് നിർണായകമായിരുന്നു. വേറെ പ്രത്യേകിച്ചും 2014 ഇപ്പോഴും ഒക്കെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വരുമ്പോഴും തീരദേശം തരൂരിനെ കൈവിട്ടിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഞങ്ങള് വിഴിഞ്ഞം വിഷയവുമായും മറ്റു വിഷയങ്ങളുമായി ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ഒറ്റപ്പെട്ടു നിന്നപ്പോൾ പലരും കൈകോർത്തുകൊണ്ട്, പല പാർട്ടികളും തമ്മിൽ കൈകോർത്തുകൊണ്ട് ഞങ്ങളെ അടിച്ചോടിക്കുന്ന രീതിയിൽ അവർ ഒരുമിച്ച ഒരു സംഭവങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ തരൂർ ഒന്ന് മനസ്സിലാക്കേണ്ടതും അല്ലെങ്കിൽ ഇതാക്കേണ്ടതും, ഇനിയുള്ള 5 വർഷങ്ങൾ മത്സ്യത്തൊഴിലാളികളോടൊപ്പം അവർക്ക് വേണ്ട പരിഗണന നൽകണം. മറ്റുള്ളവരെയും ഒപ്പം നിർത്തിക്കൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട പരിഗണന നൽകണം. അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഈ 5 വർഷം കൂടെ ഉണ്ടാവണം. കാര്യം 5 വർഷം ഇതൊരു റെക്കോർഡാണ്. ഈ 4ാമത്തെ ടേം. അപ്പം ഈ 4ാമത്തെ ടേമിലും ഇവിടെ ആദ്യമായിട്ടാണ് ഒരാൾ ജയിക്കുന്നത്. അതിനു മുമ്പ് ചാൾസ് MP ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു റെക്കോർഡ് വിജയവുമായി
ഇപ്പോൾ തന്നെ തോക്കുമെന്ന് പലരും മനസ്സിൽ വിചാരിച്ചിരിക്കുമ്പോൾ, ചിലർ അക്കൗണ്ടുകൾ തിരുവനന്തപുരത്ത് തുറക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ, തീരദേശം കൈവിട്ടിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ ഒരു സൂചനയും കാര്യങ്ങളുമാണ് ചിലർക്ക് കൊടുത്തത്. ഞങ്ങൾക്ക് ചിലരെ വിജയിപ്പിക്കാനും ചിലരെ പരാജയപ്പെടുത്താനും സാധിക്കുമെന്ന് തെളിയിച്ച ഒരു ഇലക്ഷനും കൂടിയായിരുന്നു ഇത്. അത്തരത്തിൽ തീരദേശവാസികളെയും മത്സ്യത്തൊഴിലാളികളെയും ഒക്കെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ തരൂർ തയ്യാറാവണം. തരൂർ എപ്പോഴും ആ തീരദേശവാസികളോടൊപ്പം ഉണ്ടാകണം എന്നാണ് ഇവിടെ പറയാനുള്ളത്. വിഴിഞ്ഞം പ്രശ്നത്തിലടക്കം മത്സ്യത്തൊഴിലാളികൾക്കെതിരെ നിന്ന പലർക്കും കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും വലിയ തോതിലുള്ള തിരിച്ചടി നേരിട്ട ഒരു ഇലക്ഷൻ റിസൾട്ടും കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. എന്തായാലും ശശി തരൂർ അദ്ദേഹം ജയിച്ച് എം പി ആകുമ്പോൾ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ നീറുന്ന പ്രശ്നങ്ങളിൽ ആദ്യം തന്നെ ശ്രദ്ധ കൊടുത്ത് അത് നടത്തിത്തരും എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഇത്ര നേരം ഞങ്ങളോടൊപ്പം ചേർന്നതിന് സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു.